കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന നല്ലൊരു അടിപൊളി വിശേഷം തന്നെയാണ്. ഗൗതത്തിനെ ഇന്ത്യ വരത്തിലുള്ള എല്ലാവരും ചുരുട്ടി കൂട്ടുകയാണ് നന്ദ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത്. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതമും പിങ്കിയും അവരെല്ലാരും കൂടെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ പിങ്കിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗൗതം ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗൗതം പറഞ്ഞു, ഇവളെ ഞാൻ ഇറക്കിക്കൊണ്ട് വന്ന് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഒരു പക്ഷേങ്കിൽ നാളെ ഈ കുടുംബത്തിൽ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം. ഇല്ലായിരുന്നെങ്കിൽ വല്യമ്മയും കൂടെ ജയിലിലേക്ക് പോയി കിടക്കേണ്ട വന്നേനെന്ന് പറയാം. ഇത് കേട്ടോ പിങ്കി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം ഗൗതം എന്ന് പറയണം. വേണ്ട വേണ്ട, നീ കൂടുതൽ എന്നോട് ക്ഷമയൊന്നും പറയണ്ടെന്ന് പറയാ. നീ ചെയ്ത ദ്രോഹങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലായതാന്ന് പറയാം. ഗൗതം അതങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയണം. ആ സമയത്ത് അരുന്ധതി പറഞ്ഞു, എടാ മോനെ, ഇനിയിപ്പൊ അത് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്ത് ആരും ഇനിയിപ്പൊ ഒന്നും പറയണ്ട. എല്ലാം കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പൊ നമുക്ക് ആ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് മറന്നേക്കാന്ന് പറയണം. ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുകൊണ്ടിരിക്കുക. എന്റെ മനസ്സിലിപ്പം എന്റെ കുഞ്ഞും നന്ദേ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കുടുംബം മാത്രമേ ഉള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളെന്ന് പറയണം. പെട്ടെന്ന് പിങ്കി ചാടിക്കയറി പറഞ്ഞു, ഗൗതം ആ കുഞ്ഞിനെ ആരാ തന്നേന്ന് ഒരക്ഷരം പിണ്ടരുത്. ആ കുഞ്ഞിനെ തന്നത് തരാതിരിക്കോ, അതിനെക്കുറിച്ച് നീ മിണ്ടണ്ട. നിനക്കിനി എന്റെ കുഞ്ഞിന് മേലെ യാതൊരു അവകാശമില്ലെന്ന് പറയണം. അറിയാലോ, നിന്നിപ്പോ ഇറക്കേണ്ട ഒരു യാതൊരു കാര്യമില്ലായിരുന്നു. പക്ഷേങ്കില് വെല്ലുമിക്ക് വേണ്ടി മാത്രം നിന്നെ ഞാൻ ഇറക്കിയെന്ന് പറയണം. അപ്പോഴേക്കാണ് ലക്ഷ്മിയമ്മ, മോളെ നന്ദേ, നീ അവിടെ നിൽക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയുടെ പുറകെ വരുന്ന. നന്ദ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടായിരുന്നു, കയ്യിലൊരു ബാഗുണ്ട്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്ന് പറയാണ്. നന്ദ നിൽക്കാനായിട്ട് കൂട്ടാക്കില്ല. ഹാളിലേക്ക് വന്നപ്പോ അരുന്ധതി അവരെല്ലാരും കൂടെ ഉണ്ട്. എല്ലാരും ചാടി എഴുന്നേക്കുക. എന്താ നന്ദ, നീ എന്താ കാണിക്കണമെന്ന് ചോദിക്കുക. ലക്ഷ്മി പറഞ്ഞേ, നന്ദമോള് പോകുവന്ന്. നന്ദമോൾ ഇവിടെ നിൽക്കുന്നില്ലെന്ന്. ഇത് കേട്ടപ്പോ അരുന്ധതി പറഞ്ഞു, നീ എന്താ നന്ദ ഈ പറയണേ? നിനക്ക് എന്താ നീ പറയുന്നതും കാണിക്കുന്ന എന്താ, നിനക്ക് വല്ല ബോധം ഉണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, ഈ കുടുംബത്തില് ഞാനൊരു അധികപ്പറ്റാന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറയണം. ഞാനിവിടെ നിന്നേരം. പക്ഷെ ഈ പിങ്കി എന്ന് പറയുന്ന ഇവളെ ഗൗതം സാർ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, എനിക്ക് ഈ കുടുംബത്തിലൊരു വിലയില്ലെന്ന്. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ പോകുമെന്ന് പറയണം. അരുന്ധതി പറഞ്ഞു, മോള അങ്ങനെ പറയില്ല, നമുക്ക് സമാധാനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാം. നീ എന്തിനാ ഇങ്ങനെ എടുത്തിയാടി ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ? അതിന്റെ കാര്യമുണ്ടോ? നമുക്ക് പറഞ്ഞ് തീരാത്ത പ്രശ്നങ്ങൾ എന്താ ഉണ്ട്, പറഞ്ഞ് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ബാ ഇവിടെ ഇരിക്കാൻ പറയണം. പക്ഷെ ഇരുന്നില്ല. നീ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ പറയണം. കുഞ്ഞിനെ കൊടുക്കാൻ കൂട്ടാക്കില്ല. മോളെ നിന്നോടല്ലേ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് മോനെ അങ്ങോട്ട് വാങ്ങി അരുന്ധതി. പിന്നീട് പവിത്രയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഉറങ്ങുമായിരുന്നു. ഇത് കുഞ്ഞിനെ കൊണ്ടേ തൊട്ടിൽ കിടത്താൻ പറയാണ്. അങ്ങനെ പവിത്ര കുഞ്ഞിനെ തൊട്ടിലെ കിടത്താനായിട്ട് അങ്ങോട്ട് പോവാണ്. അരുന്ധതി പറഞ്ഞു, നന്ദേ, നീ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ? നീ ഇവിടുന്ന് എങ്ങോട്ട് പോകാനായിട്ടാ? എങ്ങോട്ടെങ്കിലും. പക്ഷെ ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറയണം. അത് കേട്ടതും ഗൗതം പറഞ്ഞു, നിനക്ക് അഹങ്കാരമാ, നിനക്ക് അഹങ്കാരം മൂത്തോണ്ടാ നീ ഇങ്ങനെ കാണിക്കണമെന്ന് പറയണം. അതെ, അഹങ്കാരം തന്നെയാ. എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള അഹങ്കാരം ഇത്. എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെടും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെ നിൽക്കുന്ന ഇവളുണ്ടല്ലോ പിങ്കിക്ക് വേണ്ടിയിട്ടാ ഗൗതം സാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ. ഞാനും കുഞ്ഞു ഇവിടുന്ന് പോയാലും കുഴപ്പമില്ല, പിങ്കി സുഖമായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടല്ലേ അവളെ ഇവിടുന്ന് ജയിലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറയണം. അതിന്റെ ആവശ്യം എന്തായിരുന്നു? അതിനർത്ഥം എന്താ? എന്നെക്കാളും കുഞ്ഞിനേക്കാളും പ്രാധാന്യം അവൾക്ക് ഗൗതം സാർ കൊടുക്കുന്നുണ്ട്. അവള് വേദനിക്കരുത്. ഞാനും കുഞ്ഞും വേദനിച്ചാലും അവള് വേദനിക്കരുത്. നമ്മുടെ മോനെ വിട്ടുകൊടുത്തിട്ടാണ് ശരി. അവളെ പൊതിഞ്ഞു പിടിക്കണം, അവളെ സംരക്ഷിക്കണം. അത് മാത്രമല്ലായിരുന്നു ഉള്ളിലിരിപ്പെന്ന് ചോദിക്കുകയാണ്. നന്ദയ്ക്ക് അങ്ങോട്ട് രോഷം കാരണം നന്ദനെ നിന്ന് വിറയ്ക്കുവാണ്. നിൽക്കാൻ പോലും പറ്റുന്നില്ല നന്ദയ്ക്ക്. ലക്ഷ്മി പറഞ്ഞു, മോളെ നന്ദേ, നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കണം. അരുന്ധതി പറഞ്ഞു, നന്ദേ, നീ എന്താ പറയണേന്ന് നിനക്ക് അറിയാവുന്ന ചോദിക്കാം. നല്ല ബോധത്തോടു കൂടിയ വല്യമ്മ ഞാൻ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാണ്. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, നന്ദേ, ഞാൻ ചെയ്തതിന്റെ പിന്നില് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് പറയണം. അതെ, ഗൗതം സാറിന് കാരണങ്ങളുണ്ട്. ഇവളെ ഈ വീട്ടിൽ നിന്ന് പോകുന്ന ഇഷ്ടമില്ല. അല്ലെങ്കിൽ ഞാനും കുഞ്ഞും ഇവിടെ നിൽക്കാം. ഒരു കാര്യം ചെയ്യ, പിങ്കിരി ഈ നിമിഷം കയ്യെ പിടിച്ച് പുറത്തിറക്കാൻ പറയണം. അവളെ പുറത്തേക്ക് കൊണ്ടേ തള്ളു. ഗൗതം സാറിന് പറ്റുമോ അത്? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിൽക്കാന്ന് പറയാം. ഇത് കേട്ടോ ഗൗതം പറഞ്ഞു, പറ്റില്ല എന്ന് പറയണം. എനിക്കറിയാം, ഗൗതം സാറിന് എന്നെക്കാളും പ്രാധാന്യം അവളായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നേ. അല്ലെങ്കിൽ പിന്നെ എന്താ, എനിക്ക് കുഞ്ഞിന് വേണ്ടി ആ ത്യാഗം ചെയ്യത്തില്ലെന്ന് ചോദിക്കാം. ഗൗതം സാറിന് അപ്പം കുഞ്ഞിനെ വേണ്ട, പക്ഷെ എനിക്ക് വേണം, എനിക്ക് എന്റെ മോനെ വേണം, ഞാൻ അവനെ വളർത്തൂന്ന് പറയണം. അല്ലെങ്കിൽ ഇവളെ പോലെയുള്ള സർപ്പത്തിന് വേണ്ടിയിട്ട് ഗൗതം സാർ ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ മോഹിനി പറഞ്ഞു, നന്ദേ, നീ എന്തൊക്കെയാ പറയണേ? ഗൗതം ഒറ്റ ഒരെണ്ണം കാരണം തീർത്ത് അങ്ങോട്ട് കൊടുത്താ ഇപ്പൊ ഈ ചിലപ്പോ അങ്ങോട്ട് നിൽക്കുമെന്ന് പറയണം. ആണോ? അങ്ങനെ എന്തേലും മോഹം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറയണം. ചെയ്തു നോക്കിയ വിവരം അറിയും.
ഞാനാരാന്നറിയും, എല്ലാത്തിനെയും ഞാൻ അകത്ത് കയറ്റുമെന്ന് പറയാം. ഗൗതം പറഞ്ഞു, നന്ദൻ നിന്റെ അഹങ്കാരം നീ ഇത്തിരി കുറയ്ക്കണം. എന്ത് തോന്നിയാസം നിന്റെ ചെയ്ത് നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നിന്നിട്ട് നിന്റെ തോന്നിയാസങ്ങൾക്കെല്ലാം ഞാൻ കൂട്ടു നിൽക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ നീക്ക? എന്ത് തോന്നിയാസാ ഗൗതം സാറ്, എന്ത് തോന്നിയാസാ? എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പോരാടിയതോ? അന്നേ മുമ്പേ സരോഗസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാലെ കയ്യെ പിടിച്ച് പറഞ്ഞ, പക്ഷെ ആരും കേട്ടില്ല. അവസാനം എന്റെ മോനെ നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥ വരെ എത്തി കാര്യങ്ങള്. എനിക്ക് പറ്റില്ല, എനിക്ക് എന്റെ മോനാണ് വലുത്. എല്ലാത്തിനേക്കാളും വലുതായിട്ട് ഞാൻ അവനെ നോക്കും. എനിക്ക് എന്റെ മോനെ നോക്കാനായിട്ട് ആരുടെ സഹായം വേണ്ട, എനിക്ക് തന്നെ അറിയാം. എന്നെ നോക്കിയത് വളർത്തിയത് എന്റെ അച്ഛൻ തന്നെയാ, എനിക്ക് അമ്മയില്ലായിരുന്നിട്ട് കൂടി. എന്നിട്ട് എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ലോ. അതുപോലെ തന്നെ എന്റെ മോനെ ഞാൻ നോക്കൂന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞു, അതെ, നിന്റെ അച്ഛനാണ് നിന്നെ ഇങ്ങനെ നോക്കി വഷളാക്കി വിട്ടത്, അതുകൊണ്ടാണ് നീ ഇമാതിരി ആയെന്ന് പറയാം. അങ്ങനെ ഒറ്റയെടുത്തിന് എല്ലാത്തിനും കാണണമെന്ന് പറയാ. ഇത് കേട്ടതും നന്ദയ്ക്ക് സഹിച്ചില്ല. ബാക്കി എന്ത് സഹിക്കും? അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറഞ്ഞേ? എന്റെ അച്ഛന്. അതെ, എന്റെ അച്ഛൻ തന്നെയാ. നിനക്ക് സംശയമുണ്ടോ? വന്ന് എന്റെ അച്ഛനെ പറയാറ് ആയില്ലേ കാര്യങ്ങളെന്ന് ചോദിക്കുക. ലക്ഷ്മിയമ്മ ഗൗതത്തിനോട് ചോദിച്ചു, എന്തൊക്കെയാ ഗൗതം നീ പറയണേന്ന് ചോദിക്കുക. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? ദേ ഇതൊന്നും പറയാൻ പാടില്ലെന്ന് പറയണം. പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയണം? ഇവൾ ഒറ്റയെടുത്ത് കാരണം എനിക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം എന്റെ ജീവിതത്തില്. ഇവൾ എന്റെ ജീവിതത്തിലേക്ക് എന്ന് കയറി വന്ന അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ്. ഇപ്പോഴും അത് മാറിയിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടോ നന്ദയ്ക്ക് ആ പടെ സമനിലയേറ്റുന്ന പോലെ തോന്നി. അത് മാത്രമല്ല, അർജുന്റെ ആ മരണത്തിന് കാരണം, അല്ലെങ്കിൽ അവന്റെ ശവം ചുമക്കേണ്ടി വന്നില്ലേ എനിക്ക്, അതിന്റെ ഉത്തരവാദിത്വം കൂടെ എനിക്ക് വേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം നന്ദൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ പറയുന്നു പ്രതീക്ഷിച്ചില്ല. അരുന്ധതി മോഹിനിയൊക്കെ പരസ്പരം നോക്കുവാണ് ഇവൻ എന്താ പറയണമെന്നുള്ള രീതിക്ക്. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, ഗൗതം വായിന്നൊരു വാക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. നീ എന്താ പറയണെന്ന് നിനക്ക് വല്ല ബോധ്യം ഉണ്ടോന്ന് ചോദിക്കുക. പെട്ടെന്ന് നന്ദ പറഞ്ഞു, പറയട്ടെ അമ്മേ, പറയട്ടെ. കണ്ടോ, മനസ്സിനകത്ത് ഇങ്ങനെ കിടക്കുന്ന ഓരോന്നിങ്ങനെ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരട്ടെ. ഇത്രയും നാളും അടക്കി വെച്ചിരുന്ന ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് വെളിയിലേക്ക് ചാടുന്ന കണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ ഈ നിൽക്കുന്ന മനുഷ്യൻ ആരാ, എന്താ, ഏതാന്നൊക്കെ? എന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെ. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് മനസ്സിലായ നിങ്ങളുടെ സ്വഭാവം എന്താന്ന്. ഇനി ഒരു നിമിഷം പോലും നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കില്ല എന്ന് പറയണേ. ഇത് കേട്ടോ അരുന്ധതി പറഞ്ഞു, നീ എന്തൊക്കെയാ പറയണേ? ജീവിക്കില്ലെന്ന്? അതെ, അല്ലെങ്കിൽ തന്നെ ആ പിങ്കിനെ കൂട്ടി ഇങ്ങോട്ട് വന്ന നിമിഷം തന്നെ ഇങ്ങേരുമായിട്ടുള്ള ബന്ധം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ച, ഒരു നിമിഷം പോലും ഇങ്ങോട്ടൊപ്പം എനിക്ക് ജീവിക്കാൻ സമ്മതമല്ലെന്ന് പറയാണ്. പിന്നെ ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് വ്യക്തമായി. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. ഇത്രയ്ക്ക് മനസ്സിൽ വിഷം കുത്തി നിറച്ചാൽ നിങ്ങൾ നടന്നേന്നുള്ള കാര്യം, എന്നോട് സ്നേഹം അഭിനയിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്ന ഇപ്പോഴാന്ന് പറയാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് നിങ്ങൾ ഒറ്റയൊരുത്തനാണ്. നിങ്ങൾ ഒറ്റയൊരുത്തൻ കാരണമാണ് എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടെ. അതുപോലെ തന്നെ എന്റെ മകനെ നഷ്ടപ്പെടാനായിട്ട് ഞാൻ ഒരുക്കമല്ല. എന്റെ മകനെ എനിക്ക് വേണം. നിങ്ങൾ കാരണം അതും കൂടെ പറ്റില്ല. ഞാൻ എന്റെ മകനെ കൊണ്ട് പോകുന്നു പറഞ്ഞിട്ട് നന്ദ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വരുവാണ്. ഈ നിമിഷം അരുന്ധതി പറഞ്ഞ്, ഗൗതം പറ, അവളോട് പോകണ്ടെന്ന് പറയണം. എന്തിന് പറയണം? അവളങ്ങ് ചെല്ലട്ടെ എന്ന് പറയാണ്. ഈ സമയം നന്ദ പറഞ്ഞു, ഇനി ആരും എന്നെ തടയാൻ നോക്കണ്ട, ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറയണം. ഗൗതം പറഞ്ഞു, നീ ഒരടി മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ നമ്മൾ തമ്മിൽ ഒരു റിലേഷനും ഉണ്ടാകത്തില്ല. മേലില് നിനക്ക് ഈ പടി കയറി വരാൻ പറ്റില്ലെന്ന് പറയണം. വേണ്ട, എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. നിങ്ങളെ പോലൊരു ഭർത്താവിന് എനിക്ക് ആവശ്യമില്ല. എന്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് എനിക്കറിയാം. മേലാല് ഞാനോ കുഞ്ഞെന്ന് പറഞ്ഞ് എന്റെ പുറകെ നിങ്ങൾ വരായിരുന്നാ മതി. നിങ്ങളുള്ള വിശ്വാസമല്ലേ എനിക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ സുഖവും സന്തോഷമായിട്ട് ജീവിച്ച ഇവളുടെ കൂടെ. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കില്ല. എനിക്ക് എന്റെ മോനാ വലുത്, എല്ലാത്തിനേക്കാളും വലുതെന്ന് പറയാം. ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ നീ പോവല്ലേ. നീ എന്താ? വേണ്ട ലക്ഷ്മിയമ്മേ, പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. നമ്മളെ സ്നേഹിക്കേണ്ട ആൾ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ അർത്ഥിരിക്കുന്നത്? എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് ഇപ്പൊ എന്റെ മോനാണ്. അവന്റെ വേണ്ടി ജീവൻ വരെ ഞാൻ കളയും. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, എന്നാ ചുണയുണ്ടോ, നീ ഒന്ന് പോയി കാണിക്കാൻ പറയണം. നന്ദ ഒന്നും നോക്കിയില്ല. നന്ദ എന്ത് ചെയ്യണം, അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഗൗതം അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. നന്ദേ, നീ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിലൊരു ബന്ധമില്ലെന്നല്ലേ? വേണ്ട, എനിക്കൊരു ബന്ധത്തിന്റെ ആവശ്യമില്ല. എന്റെ മോനെ ഞാൻ പൊന്നുപോലെ വളർത്തും. എന്റെ അച്ഛൻ എന്നെ എങ്ങനെ വളർത്തിയോ അതുപോലെ തന്നെ ഞാൻ എന്റെ മോനെ വളർത്തുമെന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് ഇറങ്ങുവാണ്. മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും മോൻ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്. ആ സമയത്ത് കൊച്ചിന്റെ കരച്ചിൽ കേട്ട് പാകത്തിരുന്ന് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടപ്പേ. പെട്ടെന്ന് ലക്ഷ്മിയെ മോനെന്ന് വിളിച്ച് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഗൗതം തടഞ്ഞു. അമ്മ പോയിട്ടുണ്ടെങ്കിൽ ആ വഴി അമ്മയും പോയിക്കോണെന്ന് പറയണം. ലക്ഷ്മി അമ്മയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗൗതം കഥ അങ്ങ് അടയ്ക്കുവാണ്. നന്ദ ഒരു നിമിഷം ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. നന്ദയ്ക്ക് മനസ്സിലായി ഈ കുടുംബം തന്റെ അല്ലെന്ന്, അവിടെ ഉള്ളവരാരും തന്നെ അല്ലെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ ആരും ഇങ്ങനെ തന്നോട് പെരുമാറില്ലായിരുന്നു. തന്റെ മോനെ കൊടുക്കാനായിട്ട് ആരും പറയില്ലായിരുന്നു. എല്ലാവർക്കും അവരവരുടെ സുഖവും സന്തോഷമൊക്കെയാ വലുത്. ഇനിയിപ്പോ താൻ അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് കാര്യമില്ല, താൻ തനിക്ക് വേണ്ടി ജീവിക്കണം എന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങുവാണ്.
അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഗൗതത്തിന് ആ പാടെ എന്ത് ചെയ്യണം നടത്തില്ല വല്ലാത്തൊരവസ്ഥയായി പോയി. പിന്നീട് ഗൗതം ഇരിക്കുന്ന സമയത്ത് മോഹിനി ലക്ഷ്മിയമ്മ അരുന്ധതിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് ഗൗതത്തിനോട് അരുന്ധതി പറഞ്ഞു, എടാ മോനെ, അവള് പോയി, നീ അവളെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ്. ഞാൻ എന്തിനു കൂട്ടിക്കൊണ്ട് വരണം? അവള് തോന്നിയാസം തന്നിഷ്ടപ്രകാരം പോയതല്ലേ. ഞാൻ പിങ്കിനെ കൊണ്ടുവന്നതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട്. ഈ സരോഗസിക്ക് വേണ്ടി വല്യമ്മയും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇല്ലായിരുന്നെങ്കിൽ വല്യമ്മ അകത്ത് പോയി കിടന്നേനം. അതുകൊണ്ട് മാത്രം ഞാൻ പിങ്കിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാ. ഇത് കേട്ടം അവര് പറഞ്ഞു, അരുന്ധതി പറഞ്ഞു, ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയി. നിനക്കൊരു കുഞ്ഞ് വേണമല്ലോ എന്ന് കരുതിയ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയാം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. അവള് നല്ല വാശിക്കാരിയാണെന്നറിയാലോ. എന്നാലും അവൾ എങ്ങനെ പോയി ജീവിക്കുന്നു കരുതിയിട്ടാ. അവൾക്ക് ജീവിക്കാണ്ട് പണം വേണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ലട മോനെ, നിനക്ക് കുഞ്ഞിന് അവകാശമുള്ളതല്ലേ, നിനക്ക് കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ചോദിക്കുക. അതൊന്നും നടക്കില്ലമ്മേ. ചിലപ്പോൾ കുഞ്ഞിന് ജീവനാംശം കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഇവര് വേറൊന്നുമില്ല. അവള് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവളുടെ അടുത്ത് തന്നെ കുഞ്ഞിനെ കിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് കുഞ്ഞിനെ വിട്ട് കിട്ടാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ സമയം അരുന്ധതി പറഞ്ഞു, നിനക്ക് അവളെ വേണേ പിടിച്ചു നിർത്തായിരുന്നു, പോവണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിടിച്ചു നിർത്തി അവള് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൾ എന്റെ കർണത്തിന് അടിച്ചിട്ട് വേണേ ഇറങ്ങിപ്പോവും. അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയത്തില്ല, വല്യമ്മയ്ക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. കാരണം അവൾക്ക് ആ സമയത്ത് ഭ്രാന്തിളകി നിൽക്കുക. ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ. ഭ്രാന്തിളകി നിൽക്കിയ സമയത്ത് അവളെ തടയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ ആരാ എന്താന്ന് നോക്കത്തില്ല. അവരെ അവൾ പഞ്ഞിക്കിട്ട് ഇറങ്ങി പോവെന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.